Good morning. Diagrammatic representation of a graph. Each graph can be represented by a diagram in the plane. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഗ്രാഫിനെയും നമുക്കൊരു ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്ലെയിൻ XY പ്ലെയിനിൽ represent ചെയ്യാൻ പറ്റും. In this diagram, each vertex of the graph is represented by a point. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഓരോ വേർട്ടെക്സിനെയും നമ്മൾ ഓരോ പോയിന്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് ബീങ് റെപ്രസെൻറ്റഡ് ബൈ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസിന് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈച്ച് എഡ്ജ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സിമ്പിൾ ജോർദാൻ ആർക്ക് ജോയിനിങ് ടു നോട്ട് നെസസറിലി ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ്. അപ്പോൾ ഓരോ എഡ്ജിനെയും നമ്മൾ ഒരു സിമ്പിൾ ജോർദാൻ ആർക്ക് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ജോയിനിങ് ടു വേർട്ടിസസ്. ഈ ടു വേർട്ടിസസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല, അതായത് ഒരു ലൂപ്പ് ആവാനും ചാൻസ് ഉണ്ട്. അതായത് ഒരേ പോയിന്റിൽ നിന്ന് തുടങ്ങി അതേ പോയിന്റിൽ നിന്ന് തന്നെ അവസാനിക്കുന്ന ഒരു ലൂപ്പ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് കേസിലൊരു എക്സാമ്പിൾ കണ്ടു. ഇവിടെ E6 എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ഇത് V3യിൽ നിന്ന് V3 തന്നെ പോകുന്ന ഒരു എഡ്ജാണ് അവിടെ നമുക്കുള്ളത്. അതുകൊണ്ടാണ് അവർ നോട്ട് നെസസറിലി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. The diagrammatic representation of a graph aids in visualizing many concepts relating to graphs and the systems of which they are models. അപ്പോൾ നമുക്ക് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഗ്രാഫിനെ വിഷ്വലൈസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല മോഡൽസിനെയും ഗ്രാഫിന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. In a diagrammatic representation of a graph, it is possible that two edges intersect at a point that is not necessarily a vertex of the graph. അപ്പോൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് എഡ്ജസ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാം. പക്ഷെ ആ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വേർട്ടെക്സ് ആവണമെന്നില്ല, ഗ്രാഫിൻ്റെ ഒരു വേർട്ടെക്സ് ആവണമെന്നില്ല. അല്ലാത്ത പോയിന്റിലും നമുക്ക് രണ്ട് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേസ് വരാം. ഈ എക്സാമ്പിളിൽ അങ്ങനെ ഒരു കേസ് ഇല്ല. അല്ലാത്ത വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ നമുക്ക് രണ്ട് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാം, പക്ഷെ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്താവണമെന്നില്ല, നമ്മുടെ ഗ്രാഫിൻ്റെ ഒരു വേർട്ടെക്സ് ആവണമെന്നില്ല. Definition: if Ig of E is equal to set UV, then the vertices U and V are called the n vertices or ends of the edge E. അപ്പോൾ IG എന്ന് പറയുന്ന ഇൻസിഡൻസ് ഗ്രാഫാണ്. IG ഓഫ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E എന്ന് പറയുന്ന എഡ്ജിൻ്റെ വെർട്ടിസസ് ആണ് U ആൻഡ് V എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ദി വെർട്ടിസസ് U ആൻഡ് V ആർ കോൾ ദി എൻ വെർട്ടിസസ് ഓർ എൻസ് ഓഫ് ദി എഡ്ജ് E എന്ന് പറയുന്ന എഡ്ജിൻ്റെ എൻസിനെയാണ് U ആൻഡ് V ഡിനോട്ട് ചെയ്യുന്നത്. Each edge is set to join its ends. അപ്പോൾ ഓരോ എഡ്ജും അതിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്യുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. In this case, we say that E is incident with each one of its ends. അപ്പോൾ നമുക്ക് എന്താ പറയാം, E എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ എൻഡുകളെയും ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഈ എൻഡുകളെ പരസ്പരം ജോയിൻ ചെയ്യുകയാണെന്നും നമുക്ക് പറയാം. Also, the vertices U and V are then incident with E. അപ്പോൾ നമുക്ക് വേറൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ യുവും വിയും വേർട്ടെക്സുകൾ E എന്ന് പറയുന്ന എഡ്ജുമായിട്ട് ഇൻസിഡൻ്റ് ആവുകയാണെന്ന് പറയാം. A set of two or more edges of a graph G is called a set of multiple or parallel edges if they have the same ends. അപ്പോൾ സെയിം എൻസ് ഉള്ള ടു ഓർ മോർ എഡ്ജസ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയുക, സെറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഓർ പാരലൽ എഡ്ജസ് എന്നാണ് പറയുക. ഇപ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ട എക്സാമ്പിളിൽ നമുക്കിവിടെ പാരലൽ എഡ്ജസ് ഉണ്ട്, E4ഉം E5ഉം. E4നും E5നും സെയിം എൻ വെർട്ടിസസ് ആണ് V5 ആൻഡ് V2. If E is the only edge with n vertices U and V, അപ്പോൾ E എന്ന് പറയുന്ന ഒരു ഒറ്റ എഡ്ജേ ഉള്ളൂ, Eയും U and V n vertices ആയി വരുന്നത് എങ്കിൽ നമ്മൾ Eനെ എങ്ങനെ എഴുതും, E is equal to UV എന്ന് എഴുതും.
ഇ എന്ന് പറയുന്ന ഒരൊറ്റ എഡ്ജേ വരുന്നുള്ളൂ. യു ആൻഡ് വി എൻ വെർട്ടിസസ് ആയിട്ട് വരുന്ന ഒറ്റ എഡ്ജാണ് ഇ എങ്കിൽ നമുക്ക് ഇനെ ഒരു സംശയം കൂടാതെ എങ്ങനെ എഴുതാൻ പറ്റും? ഇ ഈസ് ഈക്വൽ ടു യു വി എന്ന് എഴുതാൻ പറ്റും. ആൻ എഡ്ജ് ഫോർ വിച്ച് ദി ടു എൻഡ്സ് ആർ ദി സെയിം. രണ്ട് എൻഡ് പോയിന്റ്സും സെയിം ആയി വരുന്ന എഡ്ജിനെ നമ്മൾ എന്ത് വിളിക്കും? ലൂപ്പ് എന്ന് വിളിക്കും. ഈസ് കോൾഡ് എ ലൂപ്പ്. ഈസ് കോൾഡ് എ ലൂപ്പ് അറ്റ് ദി കോമൺ വെർട്ടെക്സ്. അപ്പോൾ ഒരു എഡ്ജ്, an edge for which the two ends, രണ്ട് എൻഡ് പോയിന്റ്സും സെയിം ആയി വരുന്ന എഡ്ജിനെ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് സെറ്റ് ടു ബി എ ലൂപ്പ് അറ്റ് ദി കോമൺ വെർട്ടെക്സ്. ഇതിനെയാണ് നമ്മളൊരു ലൂപ്പ് എന്ന് വിളിക്കുന്നത്. കോമൺ വെർട്ടെക്സിൽ വരുന്ന ഒരു ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമുക്ക് ഒരു ലൂപ്പാണ് E6 എന്ന് പറയുന്നത്, ഒരു ലൂപ്പ് അറ്റ് V3. V3 ആണല്ലോ കോമൺ എൻഡ് വെർട്ടെക്സ് വരുന്നത്. അതുകൊണ്ട് E6 ഈസ് എ ലൂപ്പ് അറ്റ് V3. A vertex U is a neighbor of V in G if UV is an edge of G and UV is not equal to V. അപ്പോൾ യു എന്ന് പറയുന്ന വേർട്ടെക്സിനെ വി എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ ഒരു നൈബർ എന്ന് പറയണമെങ്കിൽ യു വി എന്ന് പറയുന്ന ഒരു എഡ്ജ് ഗ്രാഫിൽ ഉണ്ടായിരിക്കണം, പ്രൊവൈഡഡ് യു ഈസ് നോട്ട് ഈക്വൽ ടു വി. ഇപ്പോൾ ഇവിടെ നമുക്ക് V1ഉം V5ഉം, V1 V5ൻ്റെ ഒരു നൈബറാന്ന് പറയും, കാരണം V1നെയും V5നെയും ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് നമ്മുടെ ഗ്രാഫിലുണ്ട്. അപ്പോൾ V1 is a neighbor of V5. Similarly, V5 is a neighbor of V1. ഇത് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സുകൾക്കാണ് നമ്മൾ നൈബർ എന്നുള്ള കൺസെപ്റ്റ് പറയാം. The set of all neighbors of V is the open neighborhood of V or the neighbor set of V and is denoted by N of V. അപ്പോൾ N of V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിയുമായിട്ട് അഡ്ജസൻ്റ് ആയി വരുന്ന എല്ലാ വേർട്ടെക്സുകളുടെയും കളക്ഷൻ, അതായത് വിയിൽ നിന്ന് എഡ്ജ് പോകുന്ന എല്ലാ വേർട്ടെക്സുകളുടെയും കളക്ഷൻ, അതായത് വിൻ്റെ എല്ലാ നൈബർ വേർട്ടിസസുകളുടെയും കളക്ഷൻ. സോ ദി സെറ്റ് ഓഫ് ഓൾ നൈബേഴ്സ് ഓഫ് വി, അതിനെയാണ് നമ്മൾ ഓപ്പൺ നൈബർഹുഡ് ഓഫ് വി എന്ന് പറയുന്നത്, ഓർ ദി നൈബർ സെറ്റ് ഓഫ് വി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൻ ഓഫ് വി എന്നാണ്. ദ സെറ്റ് എൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദറ്റ് ഇസ് എൻ ഓഫ് വി, ഓപ്പൺ നൈബർഹുഡ് ഓഫ് വി യൂണിയൻ സിംഗിൾട്ടൺ വി. അപ്പോൾ ഓപ്പൺ നൈബർഹുഡിൻ്റെ കൂടെ നമ്മുടെ വി എന്ന് പറയുന്ന വേർട്ടെക്സിനെ കൂടെ അഡ്ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് വി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈസ് ദി ക്ലോസ്ഡ് നൈബർഹുഡ് ഓഫ് വി ഇൻ ജി. അപ്പോൾ എൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് വി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് നൈബർഹുഡ് ഓഫ് വി ഇൻ ജി ആണ്. അതെന്താണ്? ഓപ്പൺ നൈബർഹുഡ് ഓഫ് വിൻ്റെ കൂടെ വിനെ അഡ്ജോയിൻ ചെയ്യുന്ന സെറ്റാണ് ക്ലോസ്ഡ് നൈബർഹുഡ് ഓഫ് വി. വെൻ ജി മസ്റ്റ് ബി എക്സ്പ്ലിസിറ്റ്, these open and closed neighborhoods are denoted by ng of v and ng of square bracket v respectively. Vertices u and v are adjacent to each other in G if and only if there is an edge. അപ്പോൾ രണ്ട് vertices adjacent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്? there is an edge of G with u and v as its ends. സോ രണ്ട് vertices adjacent ആവണമെങ്കിൽ അവർ രണ്ടുപേരെയും ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് ആ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യണം. അപ്പം മാത്രമേ രണ്ട് വേർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആണെന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ രണ്ട് വേർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആവണമെങ്കിൽ അവർ ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് ആ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യണം. ടു ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജസ് ഇ ആൻഡ് എഫ് ആർ സെറ്റ് ടു ബി അഡ്ജസൻ്റ്. ഇനി രണ്ട് എഡ്ജസുകൾ ഇയും എഫും രണ്ട് എഡ്ജസുകൾ അഡ്ജസൻ്റ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് എ കോമൺ എൻ വെർട്ടെക്സ്. അപ്പോൾ രണ്ട് എഡ്ജസുകൾ അഡ്ജസൻ്റ് ആവണമെങ്കിൽ അവർക്കൊരു കോമൺ എൻ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ E1 E4 എന്ന് പറയുന്ന അഡ്ജസൻ്റ് എഡ്ജസ് ആണ്, കാരണം അവർക്ക് കോമൺ ആയിട്ടൊരു V5 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്. അതുപോലെ E1 E5 അഡ്ജസൻ്റ് ആണ്, കാരണം അവർക്ക് കോമൺ ആയിട്ടൊരു വെർട്ടെക്സ് V5 ഉണ്ട്. പക്ഷേ E1ഉം E2ഉം അഡ്ജസൻ്റ് അല്ല, കാരണം അവർക്ക് കോമൺ ആയിട്ടൊരു വേർട്ടെക്സ് ഇല്ല. രണ്ട് എഡ്ജസ് അഡ്ജസൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് ഒരു വേർട്ടെക്സ് ഉണ്ടായിരിക്കണം. The graph is simple if it has no loops and no multiple edges. ഇപ്പോൾ ഒരു ഗ്രാഫ് സിമ്പിൾ ആണെങ്കിൽ അതിന് എന്തുണ്ടാവണം? അതിന് ലൂപ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പാരലൽ എഡ്ജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല. കോമൺ എൻ വെർട്ടെക്സ് വരുന്ന മോർ ദാൻ വൺ
എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള ഗ്രാഫുകളെയാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. Thus for a simple graph G, the incidence function IG എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ. സിമ്പിൾ ഗ്രാഫിൽ ലൂപ്പുകളും മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ഇൻസിഡൻസ് ഫംഗ്ഷൻ IG എന്ന് പറയുന്നത് എപ്പോഴും 1-to-1 ഫംഗ്ഷൻ ആയിരിക്കും. Hence, an edge of a simple graph is identified with a pair of its ends. അതുകൊണ്ട് തന്നെ അതിൽ ഏതൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതിൽ n വേർട്ടെക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. A simple graph therefore may be considered as an ordered pair B of G E of G, where V of G is a non-empty set and E of G is a set of unordered pair of elements of V of G. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിൾ ഗ്രാഫിനെ ജസ്റ്റ് ഒരു ഓർഡേഡ് പെയർ ബി ഓഫ് ജി ഇ ഓഫ് ജി വെച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റും. വേറെ ബി ഓഫ് ജി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്, അതിൻ്റെ വേർട്ടെക്സ് സെറ്റാണ്. ആൻഡ് ഇ ഓഫ് ജി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് അൺഓർഡേഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വി ഓഫ് ജി ആയിരിക്കും. കാരണം ഇൻസിഡൻസ് മാപ്പ് ഐ ജി 1-1 ആയത് കാരണം ഏതൊരു എഡ്ജിനെയും നമുക്ക് എൻ വേർട്ടെക്സുകൾ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ ഇ ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഓർഡേഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വി ഓഫ് ജി ആയിരിക്കും. കാരണം ഏതൊരു എഡ്ജ് ഇ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എൻ പോയിൻറ്റ്സ് യു വി ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു യു വി എന്ന് നമുക്ക് എഴുതാമല്ലോ. അതുകൊണ്ട് എഡ്ജ് സെറ്റിലെ ഏത് എലമെൻറ്റിനെയും നമുക്ക് അൺഓർഡേഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വി ഓഫ് ജി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈച്ച് എഡ്ജ് ഓഫ് ദി ഗ്രാഫ് ബീങ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദി പെയർ ഓഫ് ഇറ്റ്സ് എൻസ്. എൻ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് എഡ്ജിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ഗ്രാഫ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓർഡേഡ് പെയർ വി ഓഫ് ജി ഇ ഓഫ് ജി വെച്ചിട്ട് നമുക്ക് ആ ഗ്രാഫിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായി ചോദിക്കാവുന്നതാണ്. I hope it is clear for you. Okay, thank you.